നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മളെ ഒന്നിപ്പിക്കാൻ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് കരുതി ജീവിത അവസാനം വരെ ഞാനും സന്ദീപും ചേച്ചിയുടെ കാൽ കീഴിൽ ജീവിക്കണം. ചേച്ചി ചെയ്യുന്നതെല്ലാം ശരിവെക്കണോ? എല്ലാത്തിനും നേരെ കണ്ണടക്കണോ? എല്ലാവരുടെയും ജീവിതത്തില് ഒരു പരിധിയിൽ കൂടുതൽ തലയിടാൻ പോകുന്ന സ്വഭാവം പണ്ടേ എന്റെ ചേച്ചിക്കുള്ളതാ. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം താഴെ ഒരു മുറിയില് കരഞ്ഞു തളർന്ന് കിടപ്പുണ്ട്. സന്ദീപിന്റെ അനിയത്തി സ്നേഹയുടെ ജീവിതം ഇങ്ങനെ ആക്കി തീർത്തത് എന്റെ ചേച്ചി ഒറ്റ ഒരാളാ. വിവാഹം മുടങ്ങിയതില് അന്ന് ഞാനും കുറച്ച് സന്തോഷിച്ചിരുന്നു. ഞാനും പ്രാർത്ഥിച്ചിരുന്നു അതൊന്ന് മുടങ്ങണേന്ന്. പക്ഷേ അതിന്റെ പേരിൽ ഞാൻ ഇപ്പൊ പശ്ചാത്തപിക്കുക സ്നേഹയുടെ അവസ്ഥ കാണുമ്പോ. ഇനി പഴയ ജീവിതത്തിലേക്ക് സ്നേഹയെ കൊണ്ടുവരാനാവുമെന്ന് സന്ദീപിന് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിലും എനിക്കതില്ല. അത്രമാത്രമാ എന്റെ ചേച്ചി അവളെ തകർത്ത് കളഞ്ഞത്. പറയാനുള്ള കാര്യം ഞാൻ പറയും. അത് അച്ഛനോടായാലും ഭർത്താവിനോടായാലും ചേച്ചിയോടായാലും. ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലും ആവശ്യമില്ലാതെ തലയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ചേച്ചി ഉണ്ടാക്കും. സ്നേഹയുടെ കാര്യം നോക്കിയ അവളെ ദേ ഈ അവസ്ഥയിലാക്കിയത്. അതൊരു കരക്കെത്തിച്ചപ്പോ അടുത്ത എന്റെ മോള് പെൺകുഞ്ഞ സന്ദീപേ. ഇപ്പോഴേ അമ്മയുടെ സ്നേഹത്തിലും ശാസനയിലും വളർന്നില്ലെങ്കിലേ നാളെ നാട്ടുകാർ കുറ്റം പറയുന്നതേ വല്യമ്മയല്ല അമ്മയായിരിക്കും. ചേച്ചിക്കൊരു കുഞ്ഞില്ലാത്തതും ഇതൊക്കെ അതുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം. സന്ദീപിന് ഒരേ ഏട്ടത്തി അല്ലല്ലോ ഉള്ളത്, രണ്ടുപേരില്ലേ. അതില് മൂത്ത ഏട്ടത്തിക്കും കുട്ടികളൊന്നുമില്ലല്ലോ. അവന്റെ ഏട്ടത്തി ഇവിടെ വരും, കുഞ്ഞിനെ എടുക്കും, ലാളിക്കും. ഒരു സമയം കഴിയുമ്പോഴേക്കും തിരികെ പോവും. സന്ദീപിന്റെ ആ ഏട്ടത്തിക്കില്ലാത്തൊരു സ്നേഹവും കരുതലും ഇളയ ഏട്ടത്തിക്കും വേണ്ട. എന്റെ ചേച്ചിയാണെന്നുള്ള സ്പെഷ്യൽ പരിഗണനയൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ശരി. അപ്പോ നിന്റെ മനസ്സിൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടാണ് നീ ഇത്രയും ദിവസം പുറത്തു കാണിക്കാതെ ജീവിച്ചത്? ജീവിച്ചതല്ല, അനുഭവിച്ചതെന്ന് വേണം പറയാൻ. നിക്കേണ്ടടുത്ത് നിന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. നമ്മുടെ കുഞ്ഞ് ഇവിടെ കിടന്ന് കരയുമ്പോ നീ എടുത്ത് അത് കരച്ചിൽ നിർത്തില്ല. ഏട്ടത്തി എടുക്കുമ്പോ കരച്ചിൽ നിർത്തും. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അമ്മയാണെന്ന് നൊന്ത് പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. കുഞ്ഞുങ്ങളാവുമ്പോ കരയും, അതിപ്പോ ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമല്ല. അതിനെ ഇത്ര പെരിപ്പിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നതേ ബാക്കിയുള്ളവര് തന്നെയാ. ഒരു കുഞ്ഞായപ്പോഴേക്കും നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം നീ നിന്നെ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിലേ അത് പിന്നീട് നിനക്ക് ദോഷമായിട്ട് വരും. കുഞ്ഞ് ജനിച്ചിട്ട് ഇത്രയും ദിവസം ആവുന്നതിന് മുമ്പ് നീ മുൻവിധിയോടെ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ ഇനി നീ എന്തൊക്കെ ചെയ്യും, പറയും, ആരെയൊക്കെ വേദനിപ്പിക്കും? എനിക്ക് മുൻവിധികളുണ്ട് സന്ദീപേ. നമ്മുടെ കുഞ്ഞിനെ ഓർത്ത്, അവളുടെ ഭാവിയെ ഓർത്ത്. അതിനെ ബാധിക്കുന്ന തരത്തിൽ ആരെന്ത് പറഞ്ഞാലും ചെയ്താലും ഞാൻ പറയും. അതില് മറ്റുള്ളവരുടെ വേദന ഞാൻ കണക്കാക്കുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.